അമ്മേ ഇതൊന്ന് കഴിച്ചു നോക്കേ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. കറിയൊന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഞൊടിയിടയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാണുമ്പം തന്നെ അറിയില്ലേ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. നമുക്ക് ആദ്യം വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. സോ അതിന് 3 കപ്പ് വെള്ളം. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു റേഞ്ചിലാണ് വെള്ളം എടുക്കേണ്ടത്. ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവില് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ഈവനിങ്ങിന് ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കറിയുടെ ഒരു ആവശ്യവും ഇല്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് റവ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കണേ റവ. അപ്പൊ തന്നെ ഫ്ലെയിം ഞാനൊന്ന് മീഡിയം ആക്കി വെച്ചിട്ടുണ്ടേ. 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ 2nd കപ്പും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാവേ. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. ഒത്തിരി അങ്ങ് തണുത്ത് പോകണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ കയ്യില് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി കൊടുക്കുവാണ്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിനുള്ള ബോൾസ് ആണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ആക്കിയെടുക്കാം. ഇടയ്ക്ക് എണ്ണ ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് കയ്യിൽ ഒന്ന് ആഡാക്കി കൊടുക്കണേ. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബോൾസ് ആക്കുമ്പോൾ ഒത്തിരി അങ്ങ് വലിയ ബോളൊന്നും ആക്കണ്ട. ഈ ഒരു അളവിന് മതി കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഇത് നല്ലൊരു ഐറ്റം ആയിരിക്കും. നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ ബോൾസും ഇതുപോലെ പെട്ടെന്നാക്കിയിട്ട് വരാം. കണ്ടില്ലേ ഗായ്സ്, നമ്മുടെ ഉരുളകളൊക്കെ ദാ ഇവിടെ സെറ്റായിരിക്കുകയാണ്. കണ്ടോ, നല്ലൊരു പൂത്തിരി പോലെ ഉണ്ടല്ലേ. ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആവിയൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഉരുളകളാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉരുളകൾ കിട്ടുള്ളൂ. തണുക്കും തോറും ഇത് ഹാർഡായി പോകട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഉരുളകളാക്കി എടുക്കണേ. അപ്പോൾ നമുക്കിനി ബാക്കി പ്രോസസ്സ് എന്താണെന്ന് നോക്കിയാലോ. അടുത്തതായി പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിലായാലും ആഡ് ചെയ്യാം, അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓയിലൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയപ്പോൾ കടുക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കടലപ്പരിപ്പ് ഈ ഒരു അളവിൽ ആഡ് ചെയ്യുന്നുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കടലപ്പരിപ്പ് ചവയ്ക്കാൻ കിട്ടുന്നത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്തതായി സവോള ആഡ് ചെയ്യാം.
ഞാനിവിടെ കുഞ്ഞ് 2 സവോളയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. സവോളയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 വറ്റൽ മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. സവോളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഈ ഒരു അളവിൽ വളരെ കുറച്ചാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. ഒരു നുള്ളെന്ന് പറയാം, അത്രമാത്രം മതിയാവും. അടുത്തതായി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എരിവ് അധികം ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് 1/2 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പൊടിക്ക് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടതാണ് സാമ്പാർ പൊടി. ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ ആ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, ആ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിപ്പിടിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊക്കെ പിടിച്ചു വരുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവേ. കാണുമ്പോൾ തന്നെ അറിയാലോ, കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ ആഡ് ചെയ്യാവേ. ഞാനിവിടെ ജീരകം ആഡ് ചെയ്തിട്ടില്ല. ജീരകത്തിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്തു ഭംഗിയല്ലേ കാണാൻ തന്നെ. സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവൂ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. സോ വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡിഷ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എനിക്കിത് കൂടുതൽ ഇഷ്ടമായത് സോസ് കൂട്ടി കഴിച്ചപ്പോഴാണ് കേട്ടോ. ടൊമാറ്റോ കച്ചപ്പ് വെച്ച് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.